ഹിന്ദി ശിക്ഷക് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നെടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നമ്മൾ മറ്റൊരാളുമായി സ്വയം പരിചയപ്പെടുമ്പോൾ എങ്ങനെയാണ് പറയുന്നത് എന്നാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അവൻ, അവൾ, അത്, ആ എന്നീ വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് വാക്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ്. നമ്മൾ സർവനാമങ്ങളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാമങ്ങൾക്ക് പകരം അല്ലെങ്കിൽ പേരിന് പകരമായി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സർവനാം. അവൻ, അവൾ, അത്, ആ എന്നതിൻ്റെ ഹിന്ദി വാക്ക് വഹ് എന്നാണ്. നമ്മൾ ദൂരെയുള്ള വസ്തുവിനെയോ വ്യക്തിയെയോ പറ്റി പറയുവാനാണ് വഹ് ഉപയോഗിക്കുന്നത്. വഹ് എന്നത് അവൻ എന്നതിനും അവൾ എന്നതിനും ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവൻ എന്ന് പറയുമ്പോൾ പുല്ലിംഗം ഏകവചൻ, അവൾ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗ ഏകവചൻ. സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും നമ്മൾ വഹ് ഉപയോഗിക്കുന്നു. ഒരു വാക്യത്തിൻ്റെ ആദ്യം വഹ് വന്നാൽ ആ വാക്യം അവസാനിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വഹ് ഒരു വാക്യത്തിൻ്റെ ആദ്യം വന്നാൽ ഹേയിലാണ് ആ വാക്യം അവസാനിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മേം എന്നതിനെ പറ്റിയാണ് പഠിച്ചത്. മേം എന്ന് വരുമ്പോൾ ഹൂം എന്നതിലാണ് അവസാനിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഹേ എന്നതിന് നമുക്ക് 4 രൂപങ്ങളുണ്ട്. അർത്ഥം ഒന്ന് തന്നെയാണ്, എന്നാലും 4 രൂപങ്ങളാണുള്ളത്. കർത്ത മാറി മാറി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വാക്യത്തിൻ്റെ ആദ്യം വരുന്ന വാക്കുകൾ സർവനാമങ്ങൾ മാറി മാറി വരുമ്പോൾ ഹേയിൽ മാറ്റം വരും. അപ്പോൾ ഹേയുടെ 4 രൂപങ്ങൾ ഹേ, ഹൂം, ഹോ, ഹൈം. ഇതാണ് 4 രൂപങ്ങൾ. ഇതിൻ്റെ എല്ലാം അർത്ഥം ആകുന്നു, ആണ്, ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അവനാകുന്നു, അവളാകുന്നു, അതാകുന്നു, അതാണ്, അതുണ്ട്, അവളുണ്ട്, അവനുണ്ട് എന്നിങ്ങനെ നമ്മൾ പറയുന്നതിൻ്റെ ഹിന്ദി വഹ് ഹേ എന്നാണ്. വഹ് ഹേ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് വഹ് ഉപയോഗിച്ചുള്ള കുറച്ച് വാക്യങ്ങൾ നോക്കാം. നമ്മൾ ഈ ക്ലാസ്സുകളിലെല്ലാം സാധാരണയായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ ക്രിയ അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴുള്ള ഒരു കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല. ക്രിയകളെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പോൾ സാധാരണയായി ബാക്കിയുള്ള നമ്മൾ പരിചയപ്പെടാനും അല്ലെങ്കിൽ ഓരോ വ്യക്തികളെക്കുറിച്ച് പറയുന്നതും അതെല്ലാമാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ ഓരോ ടെൻസിലും അല്ലെങ്കിൽ ഓരോ സമയത്തും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ അടിസ്ഥാനമാക്കി ഒരു സെൻറ്റൻസും നമ്മളിപ്പോൾ പറയുന്നില്ല. എല്ലാം കൂടിയാകുമ്പോൾ കൺഫ്യൂഷൻ ആകുന്നത് കൊണ്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ മാത്രം പറയുന്നത്. അപ്പോൾ അതിലെന്താണ് മാറ്റം വരുന്നത്? കർത്ത മാറിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്ഥാനത്ത് വഹ്, യഹ്, മേം, യേ, വേ എന്നിവ വരുമ്പോൾ ആ വാക്യം അവസാനിക്കുന്നതിൽ എന്തെല്ലാമാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വഹ് ഉപയോഗിച്ചുള്ള സെൻറ്റൻസ് നോക്കാം. അതെന്താണ്? എന്ത് എന്നുള്ളതിൻ്റെ ഹിന്ദി നമ്മൾ പഠിച്ചതാണ്. എന്താണ് എന്ത് എന്നുള്ളതിൻ്റെ ഹിന്ദി? ക്യാ. എന്ത്, ആര്, എവിടെ, ഇതെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ എന്ത് എന്നതിൻ്റെ ഹിന്ദി ക്യാ. അപ്പം അതെന്താണ് എന്നുള്ളതിന് നമ്മൾ ഹിന്ദിയിൽ വ ക്യാ ഹേ എന്നാണ് പറയുന്നത്. അതൊരു കുടയാണ്. കുട എന്നുള്ളതിൻ്റെ ഹിന്ദി എന്താണ്? ഛത്രി. ഒരു എന്നതിന് ഏക്ക്, ഒന്ന് എന്നതിന് ഏക്ക് എന്നാണ്. അതൊരു കുടയാണ്. വഹേക്ക് ഛത്രി ഹേ. അത് പുസ്തകമാണ്. പുസ്തകം എന്നുള്ളതിന് നമ്മൾ ഹിന്ദിയിൽ പുസ്തക് എന്നും കിതാബ് എന്നും പറയുന്നു.
അത് പുസ്തകമാണ് എന്ന്. വ പുസ്തക് ഹെ. അതൊരു പേനയാകുന്നു. പേന എന്നതിൻ്റെ ഹിന്ദി കലം. വ ഏക്ക് കലം ഹെ. അവൻ വിദ്യാർത്ഥിയാണ്. വ വിദ്യാർത്ഥി ഹെ. അവൻ ആൺകുട്ടിയാണ്. വ ലഡ്കാ ഹെ. അതാരാണ്? ആര് എന്നതിൻ്റെ ഹിന്ദി കോൻ എന്നാണ്. അതും ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ആര് എന്നുള്ളത്. അപ്പോൾ എങ്ങനെ പറയാം അതാരാണെന്നുള്ളത്? വ കോൻ ഹെ. അവൾ വിദ്യാർത്ഥിനിയാണ്. വ വിദ്യാർത്ഥിനി ഹെ. അവൾ രാധയാണ്. വ രാധാ ഹെ. അവൾ പെൺകുട്ടിയാണ്. അങ്ങനെയാണ് പറയുന്നത്. വ ലഡ്കി ഹെ. അവൾ മലയാളിയാണ്. വ മലയാളി ഹെ. അവൾ ചെറുതാണ്. ചെറുത് എന്നുള്ളതിന് ഛോട്ട എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അവൻ ചെറുതാണ് എന്ന് പറയുമ്പോൾ ആ രണ്ട് വാക്കുകളും വരുമ്പോൾ നമുക്ക് അതിൽ അവൻ എന്നാകുമ്പോൾ പുല്ലിംഗ് ഏകവചനമാണ്. അപ്പോൾ ചെറുത് എന്നുള്ള വാക്കിൻ്റെയും പുല്ലിംഗ് ഏകവചനം തന്നെ നമ്മൾ ഉപയോഗിക്കണം സെൻറ്റൻസിൽ. അപ്പോൾ അത് ഏതാണ്? ഛോട്ട, ആയിൽ അവസാനിക്കും. ഛോട്ട എന്ന വാക്കാണ് ചെറുത് എന്നാണ് അതിൻ്റെ ഹിന്ദി. അപ്പോൾ ആയിൽ അവസാനിക്കും. പുല്ലിംഗം ഏകവചനത്തിലെ വാക്കുകൾ ആയിൽ അവസാനിക്കും. ഉദാഹരണം എന്താണ്? ലഡ്ക ആയിൽ അവസാനിച്ചു. ബഡ ആയിൽ അവസാനിച്ചു. അച്ഛ ആയിൽ അവസാനിക്കുന്നു. അതെല്ലാം ഏകവചനത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആയിൽ അവസാനിക്കും. അപ്പം അവൻ ചെറുതാണ് എങ്ങനെ പറയാം? വ ഛോട്ടാ ഹെ. ഇനി അവൾ എന്നാണെങ്കിലോ അവൾ ചെറുതാണ് എന്നാകുമ്പോൾ അവൾ എന്നത് സ്ത്രീലിംഗ ഏകവചനത്തിലാണ്, ഒരു കുട്ടിയാണ്. ഇനി ചെറുത് എന്നുള്ളതിൻ്റെ ഹിന്ദി നമ്മൾ പഠിച്ചു. എന്താണ്? ഛോട്ട. അപ്പോൾ സ്ത്രീലിംഗ ശബ്ദത്തിലായതുകൊണ്ട് ആയിൽ അവസാനിക്കുന്നത് പുല്ലിംഗത്തിലും ഈയിൽ അവസാനിക്കുന്നത് സ്ത്രീലിംഗത്തിലുമാണ്. ഈ എന്നുള്ള ചിഹ്നത്തിൽ അവസാനിക്കും. അപ്പോൾ ഛോട്ട എന്നുള്ളത് ഛോട്ടി എന്നാവും. അപ്പോൾ അവൾ ചെറുതാണ് എന്നുള്ളത് വ ഛോട്ടി ഹെ എന്നാണ് എഴുതുന്നത്. അപ്പോൾ പുല്ലിംഗത്തിൽ അവസാനിക്കുന്ന വാക്കുകൾക്ക് ആ എന്നുള്ള ചിഹ്നം ഉണ്ടാവും, ആ ഒരു വര. സ്ത്രീലിംഗത്തിൽ അവസാനിക്കുന്ന വാക്കുകൾക്ക് ഈ എന്നുള്ള ചിഹ്നം ഉണ്ടാവും. എല്ലാ വാക്കുകൾക്കും അല്ല, ചില വാക്കുകൾക്ക് നമ്മൾ ആ എന്നുള്ളതിനെ ഈ എന്നുള്ളതിലേക്ക് മാറ്റും. സ്ത്രീലിംഗ ശബ്ദം ആക്കുമ്പോൾ അത് ഈ എന്നുള്ള ചിഹ്നം ചേർത്താൽ മതി. ഇനി അതുപോലുള്ള ഒരു ഉദാഹരണം, അവൻ വലുതാണ്. അപ്പോൾ വലുത് എന്നുള്ള വാക്കിൻ്റെ ഹിന്ദി മനസ്സിലാക്കുക എന്താണെന്ന്. ബഡ, ബഡ എന്നാണ് വലുത് എന്നുള്ളത്. അപ്പോൾ വഹ് ബഡാ ഹെ. അവൾ വലുതാണ്. അവൾ എന്നത് സ്ത്രീലിംഗ ഏകവചനമാണ്. അപ്പം ബഡ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം, സ്ത്രീലിംഗത്തിലുള്ള അതിൻ്റെ രൂപം ഉണ്ടാക്കണം. എങ്ങനെയാണ്? ആ എന്നുള്ളത് ഈ എന്നാക്കുമ്പോൾ സ്ത്രീലിംഗ ശബ്ദമായി. അവൾ വലുതാണ് എന്ന് വഹ് ബഡീ ഹെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള വേറൊന്ന് പറയാം, അവൻ നല്ലതാണ്. അവൾ നല്ലതാണ്. അപ്പം നല്ലത് എന്നുള്ളതിൻ്റെ ഹിന്ദി എന്താണ്? അച്ഛ. അപ്പം നമുക്കതെങ്ങനെ പറയാം? അവൻ നല്ലതാണ് എന്ന് പറയുമ്പോൾ പുല്ലിംഗം ഏകവചനത്തിൽ പറയണം. എങ്ങനെ പറയാം? വ അച്ഛാ ഹെ. ആയിൽ അവസാനിച്ചു. പുല്ലിംഗം ഏകവചനമാകുമ്പോൾ എന്ത് പറഞ്ഞു? ആയിൽ അവസാനിക്കും എന്ന് പറഞ്ഞു. ഇനി സ്ത്രീലിംഗം ഏകവചനമാകുമ്പോഴോ ഈയിൽ അവസാനിക്കണം. അപ്പോൾ അച്ഛ എന്നുള്ളത് എന്തായി മാറും? അച്ചി. വഹ് അച്ചി ഹെ. അവൾ നല്ലതാണ്. അങ്ങനെയാണ് മാറുന്നത്. ഇനി അവൻ നല്ല ആൺകുട്ടിയാണ്. അവൾ നല്ല പെൺകുട്ടിയാണ്. ഇതും അതേപോലെ മാറ്റാനുള്ളതാണ്. അവൻ നല്ല ആൺകുട്ടിയാണ്. 3 വാക്കുകളാണുള്ളത്. അപ്പോൾ അവൻ എന്നുള്ളത് വഹ്, നല്ല എന്നുള്ളത് അച്ഛ,
ഇനി ആൺകുട്ടി എന്നാണ്. അപ്പോൾ ലഡ്ക. വ അച്ഛ ലഡ്ക ഹെ. ഇനി അതുപോലെ അവൾ നല്ല പെൺകുട്ടിയാണെന്ന് എങ്ങനെ പറയും? പറഞ്ഞു നോക്കുക എന്ന് സ്വയം. വഹ് അത് എന്തായി മാറ്റണം? സ്ത്രീലിംഗ ശബ്ദത്തിലേക്ക് മാറ്റണം. വഹ് അച്ചി ലഡ്കി ഹെ. അങ്ങനെയാണ് വരുന്നത്. ആ ഉള്ളത് ഈ ആവും സ്ത്രീലിംഗ ശബ്ദമാവുമ്പോൾ. പിന്നെ പെൺകുട്ടി എന്നുള്ള വാക്കിന് നമുക്ക് അറിയാം, വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ലഡ്കി. അപ്പോൾ അവൾ നല്ല പെൺകുട്ടിയാണ്. വഹ് അച്ചി ലഡ്കി ഹെ. ഇങ്ങനെയാണ് സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും ഉള്ള മാറ്റം. അത് ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്തത് ഇനി സാധാരണയായിട്ടുള്ള ഇതൊന്നും നോക്കേണ്ടതില്ല. ഒരു മലയാളം വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹിന്ദി എന്താണെന്ന് നോക്കി അതുപോലെ എഴുതിയാൽ മതി. അപ്പം അതെന്താണ് എന്ത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പം എന്തായിരിക്കും? വ ക്യാ ഹെ. അത് പഴമാണ്. അപ്പം പഴം എന്നുള്ളതിൻ്റെ ഹിന്ദി അറിയണം. എന്താണ് പഴം എന്നുള്ളതിൻ്റെ ഹിന്ദി? ഫൽ. വഹ് ഫൽ ഹെ. അത് ചിത്രമാണ്. ചിത്രം എന്നുള്ളതിൻ്റെ ഹിന്ദി പഠിക്കുക. തസ്വീർ. തസ്വീർ എന്നും പറയും, ചിത്രം എന്നും പറയും. വഹ് തസ്വീർ ഹെ അല്ലെങ്കിൽ വഹ് ചിത്ര ഹെ. നമ്മൾ പറഞ്ഞു അത് എന്നതിനും എന്താണ് ഉപയോഗിക്കുന്നത്? വഹ് എന്നാണ് ഉപയോഗിക്കുന്നത്. അത് സഞ്ചിയാണ്, അത് ബാഗാണ്. എങ്ങനെ പറയും? സഞ്ചി എന്നുള്ളതിനെ ബാഗ് എന്നും പറയും, ഇംഗ്ലീഷ് വാക്ക് ബാഗ്. വഹ് thൈലി ഹെ. അത് താമരയാണ്. താമര എന്നുള്ളതിൻ്റെ ഹിന്ദി കമൽ എന്നാണ്. അപ്പോൾ വഹ് കമൽ ഹെ. അവൻ സന്തോഷവാനാണ്. വഹ് ഖുശ് ഹെ. അവൻ ഇവിടെയുണ്ട്. ഇവിടെ, അവിടെ, എവിടെ ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കത് ചേർത്തെഴുതാൻ അറിയാം. വഹ് യഹാം ഹെ. അവൻ എവിടെയാണ്, അവൻ എവിടെയാകുന്നു. വഹ് കഹാം ഹെ. ക്വസ്റ്റ്യൻ വാക്കാണ് കഹാം എന്ന് പറയുന്നത്. ആ വീട് വലുതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കാനുള്ളത് വീട് എന്ന് പറയുന്നത് പുല്ലിംഗ ഏകവചനത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു വീട് എന്ന് പറയുമ്പോഴും കുറേ വീടുകളിനെ പറയുമ്പോഴും ഘർ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വീട് വലുതാണ്. ആ എന്നുള്ളതിനും നമ്മൾ വഹ് എന്നാണ് പറയുന്നത്. വഹ് ഘർ ബഡാ ഹെ. പുല്ലിംഗ ഏകവചനത്തിലാണ് ബഡാ എന്നും ഉപയോഗിച്ചിട്ടുള്ളത്. പുല്ലിംഗ ശബ്ദമാണ് ഘർ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ പഠിച്ച വാക്കുകളിൽ സ്ത്രീലിംഗ ശബ്ദം ഏതാണ്, പുല്ലിംഗ ശബ്ദം ഏതാണെന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് കുതിരയാണ്. വഹ് ഘോഡാ ഹെ. അത് വീടാകുന്നു, അല്ലെ അത് വീടാണ്. വഹ് ഘർ ഹെ. അത് സ്കൂളാകുന്നു. വഹ് സ്കൂൾ ഹെ. ഇനി അവൻ ഹിന്ദുവാണ്, അവൻ മുസ്ലിമാണ്, അവൻ ക്രിസ്ത്യാനിയാണ്. ഇങ്ങനെ നമ്മൾ നമ്മുടെ മതത്തെ പറ്റി പറയുമ്പോൾ അത് അവനായാലും അവളായാലും സ്ത്രീ ആയാലും പുരുഷനായാലും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് തന്നെയാണ്. ഹിന്ദു എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നതാണെങ്കിലും ഹിന്ദു എന്ന് തന്നെ പറയും. അപ്പോൾ അവൻ ഹിന്ദുവാണ്, എങ്ങനെ പറയാം? വഹ് ഹിന്ദു ഹെ. ഇനി അവൾ എന്നാണെങ്കിലോ അതും അങ്ങനെയാണ്. വഹ് ഹിന്ദു ഹെ. അവൾ മുസ്ലിമാണ്, എങ്ങനെ പറയാം? വഹ് മുസൽമാൻ ഹെ. മുസ്ലിം എന്നതിന് മുസൽമാൻ എന്നാണ് പറയുന്നത്. അത് അവൻ എന്നാണെങ്കിലും മുസൽമാൻ എന്നാണ്. വഹ് മുസൽമാൻ ഹെ. ഇനി അവൾ ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്ക് ഈസായി. ഈസായി ദീർഘമാണ്, ഈ ദീർഘമാണ്. അവൾ ക്രിസ്ത്യാനിയാണ് എന്ന് വഹ് ഈസായി ഹെ. ഇനി അവനാണെങ്കിലോ വഹ് ഈസായി ഹെ. ഒരേപോലെയാണ്. പിന്നെ അയാൾ മനുഷ്യനാണ്. മനുഷ്യൻ എന്നതിൻ്റെ ഹിന്ദി വാക്ക് ആദ്മി എന്നാണ്. അപ്പോൾ വഹ് ആദ്മി ഹെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഇത്രയേ ഉള്ളൂ. വഹ് എന്നത് ഒരു വാക്യത്തിൻ്റെ ആദ്യം വരുമ്പോൾ ആ വാക്യം അവസാനിക്കുന്നത് ഹേയിലാണ് എന്ന് പഠിച്ചു. ഇനി അവൻ എന്നും അവൾ എന്നും ഉള്ളതിന് വഹ് എന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ
നമ്മൾ സെൻറ്റൻസിൽ വരുന്ന മാറ്റം. നമുക്ക് മലയാളത്തിലാണെങ്കിൽ അവൻ പഠിക്കുന്നു, അവൾ പഠിക്കുന്നു, അങ്ങനെ ഒരേപോലെയാണ് വരുന്നത്. അതിലൊരു മാറ്റവും വരുന്നില്ല. അവനാണെങ്കിലും അവളാണെങ്കിലും മാറ്റം വരുന്നില്ല. ഹിന്ദിയിലാണെങ്കിൽ ഓരോ ആളിനെയും പറ്റി പറയുമ്പോൾ ഞാനെന്നും അവനെന്നും അവളെന്നും ഇവൻ ഇവൾ ഇങ്ങനെയെല്ലാം ഓരോ വാക്കുകൾ വരുമ്പോഴും അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഹിന്ദി വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ്സുകൾ എല്ലാം കാണുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഇതോടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.